ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പയ്യന്നൂരിലെ കണ്ടോത്ത് അമ്പലത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ് കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ജനങ്ങൾ മൊത്തം. അപ്പോൾ ഈ ഒരു കാഴ്ചേൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെൺകുട്ടികളുടെ താലപ്പൊലിയും പിന്നെ മുത്തുക്കുടയെല്ലാം ചൂടിയിട്ടുള്ളൊരു വരവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം വന്നത് ആൺകുട്ടികളുടെ ബാൻഡ് വാദ്യങ്ങളാണ്. അതൊരു നല്ലൊരു പരിപാടിയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബാൻഡ് വാദ്യത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത് ഇതുപോലെ ഇങ്ങനെ കുറേ വേഷങ്ങൾ കെട്ടിയ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ അത് കാണാൻ കുറച്ച് നല്ല ഭംഗിയിലുണ്ടായിന്. അപ്പോൾ ഈ ഒരു വേഷത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ പുറകിലുണ്ടായത് ഇതുപോലെ കുറേ പെൺകുട്ടികൾ ഇങ്ങനെ കൃഷ്ണവേഷം കെട്ടിയിട്ട് ആടുന്നതാണ്. അപ്പോൾ അതിന് നല്ല പാട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ കുറേ രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് ശിവൻ്റെയും പിന്നെ കാളീൻ്റെ അങ്ങനത്തെ എല്ലാം രൂപങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഉണ്ടായിന്. പിന്നെ ഇതുപോലെ ഇങ്ങനെ വാഹനത്തിൽ ലൈറ്റെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ് ഉണ്ടായത്. പിന്നെ ചെണ്ടമേളക്കാരെ കുറേ ചെണ്ടമേളങ്ങളെല്ലാം ഉണ്ടായിന്. ഇങ്ങനെ ഓരോ കാഴ്ച അവസാനിക്കുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ കുറേ ആൾക്കാർ പാട്ടും ഡാൻസും കളിച്ചിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പം അത് ഈ ഒരു കാഴ്ചേൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കഴിഞ്ഞു. ഇങ്ങനെ ഒരു 3 കാഴ്ചയാണുള്ളത്. അപ്പോൾ അതിൽ 2 കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നും കൂടി ഇപ്പോൾ വരാനുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചേൻ്റെ ഒരു താലപ്പൊലി മുത്തുകുടലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ച തുടങ്ങുമ്പോൾ ഇതുപോലെ താലപ്പൊലിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു താലപ്പൊലീൻ്റെ പുറകിലായിട്ട് വന്നതാണ് ഈ ഒരു പെൺകുട്ടികളുടെ ഡാൻസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആടാട് ആടാട് എന്നുള്ളൊരു പാട്ടില്ലേ, ആ ഒരു പാട്ടിൻ്റെ ഡാൻസാണിത്. അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ മ്യൂട്ടാക്കിയിന്. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇടുന്നതുകൊണ്ട് അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡാൻസിൻ്റെ പുറകിലായിട്ട് തന്നെ ഇതുപോലെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളെ വേഷം കെട്ടിയിട്ട് ആ ഒരു പാട്ടിന് അതേ ഒരു പാട്ടിന് തന്നെ ഡാൻസ് കളിച്ചിട്ട് വരുന്നുണ്ടായിന്. അപ്പോൾ അത് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കിലോമീറ്ററുകളോളം ഇതുപോലെ കളിച്ചിട്ടാണ് വരുന്നത്. അപ്പം നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പം കുറേ ദൂരം നടന്നിട്ട് ഇതുപോലെ കളിച്ചിട്ടാണ് ഇവർ വരുന്നത്. അപ്പം അതുപോലെ ആൾക്കാരും ഉണ്ട് റോഡ് സൈഡിലെല്ലാം. ഏകദേശം 1000കണക്കിന് ആൾക്കാർ ഉണ്ടായിന് ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഈ ഒരു ബാൻഡ് വാദ്യക്കാരുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊട്ടി അവരെ ആ ഒരു സംഭവമെല്ലാം കീറിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നാലും ഉണ്ടായിന്. അപ്പം പിള്ളേർ നല്ല രീതിയിൽ അങ്ങോട്ട് കൊട്ടി. അപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു മേളക്കാരെ പുറകിൽ വന്നതാണ് ഈ ഒരു ഡാൻസുകാർ. അപ്പം ഇവരെ പരിപാടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ സമയം ഇങ്ങനെ കറങ്ങി കളിക്കണം ആ ഒരു സംഭവം വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഡാൻസിൻ്റെ പുറകിലായിട്ട് വന്നതാണ് ഈ ഒരു ശിവൻ്റെ രൂപമെല്ലാം കെട്ടിയ കുറേ ആൾക്കാർ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ശിവൻ്റെ തൃക്കണ്ണിന്ന് തീ വരുന്നില്ലേ, ആ ഒരു സംഭവമെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫയർ വരും അതിനെ കൂടി. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് കുറേ കുട്ടികളെല്ലാം അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ കണ്ടോത്തമ്പലത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ 1-2 അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവലുണ്ട്. അപ്പോൾ അതും ഇപ്പം വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങളെ നാട്ടിൽ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്.